ഇപ്പോൾ മന്ത്രി കെ രാജൻ കൂടി നമ്മോടൊപ്പം ചേരുന്നുണ്ട്. താങ്കൾ ഈ വാർത്ത ശ്രദ്ധിച്ചു കാണുമെന്ന് വിചാരിക്കുന്നു. വലിയ ദാരുണമായൊരു സംഭവമാണ് ഉണ്ടായിരിക്കുന്നത്. ഇനി 5 ദിവസം മാത്രമാണ് തൃശ്ശൂർ പൂരത്തിനുള്ളത്. അതിനിടയിലാണ് ഇത്തരമൊരു ദാരുണമായ സംഭവം ഉണ്ടായിരിക്കുന്നത്. നിലവിൽ വരുന്ന വിവരമനുസരിച്ച് 8 പേർ മരിച്ചതായാണ് വിവരം. നിരവധി പേർക്ക് പരുക്കേറ്റിട്ടുണ്ട്. 40ഓളം പേർ ആശുപത്രിയിൽ ചികിത്സയിലാണെന്നാണ് നിലവിൽ ലഭിക്കുന്ന വിവരം. ആശുപത്രിയിലേക്ക് നമുക്ക് ഇതിനകം 23 പേരാണ് എത്തിച്ചേർന്നത് എന്നതാണ് ഔദ്യോഗികമായ കണക്ക്. പക്ഷെ അങ്ങനെ പൂർണ്ണമായി പറയാനും ആകില്ല. 40 ഉച്ചഭക്ഷണം അവിടെ മേടിച്ചിട്ടുണ്ടെന്നാണ് അതുമായി ബന്ധപ്പെട്ട ആദ്യം കിട്ടിയ ആളുകളിൽ നിന്ന് ലഭ്യമായിട്ടുള്ള റിപ്പോർട്ട്. എന്തായാലും വളരെ ദാരുണമായിട്ടുള്ളൊരു സംഭവമാണ്. അവിടെ ചെയ്യേണ്ട നടപടിക്രമങ്ങളെല്ലാം ചെയ്തിട്ടുണ്ട്. ഞാൻ തിരുവനന്തപുരത്ത് നിന്ന് വിവരം പറഞ്ഞ ഉടനെ തന്നെ മുഖ്യമന്ത്രി ബന്ധപ്പെട്ടിരുന്നു. ഞങ്ങള് എല്ലാവരും മന്ത്രിമാർ ആയി ബന്ധപ്പെട്ട ആളുകളെല്ലാം ഞാനിപ്പോ തൃശ്ശൂരിലേക്ക് തിരിച്ചു കഴിഞ്ഞു. സ്വാഭാവികമായിട്ടും അവിടെ വെടിക്കെട്ട് അപകടത്തെ തുടർന്നുള്ള കത്തലുകൾ തുടരുകയാണെന്നുള്ളതുകൊണ്ട് ആർക്കും പൂർണ്ണമായി അതിനകത്തേക്ക് കിടക്കാൻ പറ്റുന്നില്ല. MLA-മാരും കളക്ടറും DMO ഒക്കെ അടക്കമുള്ള ആളുകളോട് ശബ്ദമാണ്. എല്ലാ വിധത്തിലുള്ള തയ്യാറെടുപ്പുകൾക്കുമായി മെഡിക്കൽ സംഘത്തെ അങ്ങോട്ട് അയച്ചിട്ടുണ്ട്. ആ ആവശ്യത്തിന് ആംബുലൻസുകൾ അയച്ചിട്ട് മറ്റു വേണ്ട എല്ലാ കാര്യങ്ങളും നോക്കുന്നുണ്ട്. പക്ഷേ പ്രശ്നം അവിടുത്തെ ഒരു അന്തരീക്ഷത്തിൽ ഇപ്പോഴും പുക പറഞ്ഞു നിൽക്കുന്നു. വെടി വീണ്ടും പൊട്ടിക്കൊണ്ടിരിക്കുകയാണ്. ഈ പ്രശ്നങ്ങളെല്ലാം ഉണ്ട്. പരമാവധി ഏറ്റവും വേഗതയിൽ നടപടിക്രമങ്ങൾ, അതായത് തുടർന്ന് വെടി കത്താതിരിക്കാനുള്ള നടപടിക്രമങ്ങൾ ഉൾപ്പെടെ ചെയ്യാൻ ഫയർഫോഴ്സിന്റെയും മറ്റെല്ലാ സംവിധാനങ്ങളും ഉപയോഗപ്പെടുത്തിയിട്ടുണ്ട്. കുറച്ച് ഗുരുതരമാണ് വിഷയങ്ങൾ എന്നത് ശരിയാണ്.